ഹായ് വ്യൂവേഴ്സ്, മല്ലു ടാക്കീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മലയാള സിനിമാ രംഗത്തു നിന്നുള്ള പുതുപുത്തൻ വാർത്തകൾ, സിനിമാ റിവ്യൂകൾ, ഗോസിപ്പുകൾ എന്നിവയ്ക്കായി ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നടിപ്പിൻ ചക്രവർത്തി ദുൽഖർ സൽമാൻ നായകനായ തമിഴ് ചലച്ചിത്രം കാന്ത എന്ന സിനിമയുടെ റിലീസ് വിശേഷവുമായിട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതെ, മലയാളത്തിൻ്റെ താര രാജകുമാരൻ, അഭിനയം കൊണ്ട് ലോക സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ശ്രീ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ നായകനായ തമിഴ് സിനിമ കാന്ത ഇന്ന് റിലീസായിരിക്കുകയാണ്. ആദ്യ പ്രദർശനം കഴിയുമ്പോൾ കാന്ത എന്ന സിനിമയ്ക്ക് എക്സ്ട്രാ പോസിറ്റീവ്, എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്ലാസ് മാസ് ത്രിൽ എൻഗേജിങ് സ്റ്റോറിയാണ് ഈ കാന്ത എന്ന സിനിമക്കുള്ളത്. 1950കളിലെ തമിഴ് സിനിമയെ കുറിച്ചാണ് ഈ ചിത്രം പറയുന്നത്. പഴയകാല തമിഴ് സിനിമ നടനായ TK മഹാദേവൻ എന്ന കഥാപാത്രമാണ് ദുൽഖർ സൽമാൻ ഇതിൽ ചെയ്യുന്നത്. ത്യാഗരാജ ഭാഗവതർ എന്ന പ്രതിനായക വേഷത്തിൽ സമുദ്രകനിയും ഈ സിനിമയിൽ വളരെ നല്ല വേഷം ചെയ്തിരിക്കുന്നു. ബാഹുബലി എന്ന സിനിമ കണ്ട മറക്കാത്ത ആരുമാണ് നമ്മുടെ റാണ ദഗ്ഗുപട്ടി. ആ റാണ ദഗ്ഗുപട്ടിയുടെ അവിശ്വസനീയമായ മറ്റൊരു ക്യാരക്ടർ റോൾ നമുക്ക് ഈ സിനിമയിൽ കാണാം. അതേപോലെ ഈ സിനിമയിലെ പുതുമുഖ നായികയും വളരെ നല്ല രീതിയിൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ആദ്യ ഷോട്ട് തൊട്ട് അവസാനം വരെ ത്രില്ലിങ്ങിലും എൻഗേജിങ്ങിലുമായി നീങ്ങുന്ന വളരെയധികം വേഗതയോടുകൂടെ സ്ക്രീൻ സ്പേസുകളാണ് സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയിൽ സാധാരണ കാണുന്നത് പോലെയുള്ള ലോ ഫേസ് സിനിമയല്ല കാന്ത, മറിച്ച് ആദ്യ ഷോ തൊട്ട് അവസാന ക്ലൈമാക്സ് ടൈറ്റിൽ എൻഡിൽ കാർഡ് വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന എൻഗേജിങ് ത്രില്ലറാണ് കാന്ത. തമിഴ് സിനിമയിൽ തൻ്റെതായി കണ്ണും കണ്ടും കൊള്ളയടിത്താലും ഓക്കെ കൺമണിയൊക്കെ വൻ വിജയമാക്കിയ ദുൽഖർ സൽമാൻ്റെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവലാണ് കാന്ത. പൊതുവെ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ ദുൽഖർ തിളങ്ങാറില്ല എന്ന വിമർശകർക്കുള്ള അവസാനത്തെ ആണിയാണ് കാന്ത എന്ന സിനിമ. തൻ്റെ അച്ഛനായ മമ്മൂക്കയെ പോലെ തന്നെ ദുൽഖറും അഭിനയം കൊണ്ട് ഇനിയുള്ള സിനിമകളിൽ ലോക പ്രേക്ഷകരെ ഞെട്ടിക്കും എന്നുറപ്പാണ്. സിനിമയ്ക്കുള്ള സിനിമ കഥ പറയുന്ന ഈ കാന്ത തമിഴ് സിനിമയിൽ മാത്രമല്ല തെലുങ്ക്, മലയാളം, ഹിന്ദി എന്നീ വെർഷനുകളും റിലീസായിട്ടുണ്ട്. ലോകമൊത്തമാനം ഏകദേശം 500 കോടിയോളം ഈ സിനിമ നേടുമെന്നാണ് ആദ്യ പ്രദർശനങ്ങൾ കഴിയുമ്പോൾ സിനിമാ ലോകത്ത് നിന്ന് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന സൂചന. അതെ, ദുൽഖർ ഈ മോൻ വന്നത് ചുമ്മാ അങ്ങ് പോകാനല്ല എന്ന ഒരു സിനിമയിലെ ദുൽഖറിൻ്റെ ഡയലോഗിനെ അന്വർത്ഥമാകുന്നതാണ് അവസാനമായി ഇറങ്ങുന്ന ദുൽഖർ സിനിമകളെല്ലാം. 100 കോടിയോട് അടുപ്പിച്ച ലക്കി ഭാസ്കറും സീതാരാമും മഹാനദിയും 350 കോടിയോളം നേടി താൻ പ്രൊഡ്യൂസ് ചെയ്ത് കാമിയോ റോളിൽ വന്ന ലോകയും. അങ്ങനെ ദുൽഖർ സൽമാൻ്റെ ഗ്രാഫ്സ് കുത്തനെ ഉയരുകയാണ്. കാന്ത എന്ന സിനിമയിലെ അഭിനയ പ്രാധാന്യത്തിന് തമിഴ് സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കൂടി നേടാനുള്ള കാലിബർ, അല്ലെങ്കിൽ അത്രയധികം പ്രേക്ഷക പിന്തുണയുള്ള പ്രദർശനം അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ ദുൽഖർ കാഴ്ചവെച്ചിരിക്കുന്നു. അതെ, നമുക്ക് വിളിക്കാം ദുൽഖർ സൽമാനിനെ ഇന്നെന്താ റിയൽ പാൻ ഇന്ത്യൻ ആക്ടർ, അല്ലെങ്കിൽ തമിഴ് രൂപത്തിൽ പറയുകയാണെങ്കിൽ അതെ, യഥാർത്ഥ നടിപ്പിൻ നായകൻ. നന്ദി. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം മല്ലു ടാക്കീസ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം.